ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാട്ട് 18 ഡേ ആണ് കേട്ടോ. ഇന്ന് നമുക്കതൊന്ന് നോക്കിയാലോ. ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ നീറ്റിട്ടുണ്ട് കേട്ടോ. നീറ്റിൻ്റെ ശേഷം പിന്നെ എനിക്ക് എന്നുകൊണ്ട് ഒരു 10 മിനിറ്റേലും ആ ബെഡിലൊന്ന് ചുരുളുകൂടി കിടക്കല് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വാഷ്റൂമിലൊക്കെ പോയി ബ്രഷ് ചെയ്തിട്ട് ഞാനിവിടെ വന്നപ്പോഴാണ് ഇന്നെന്തോ സ്പെഷ്യൽ ഉണ്ട് എന്നൊക്കെ കേട്ടു. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ കിച്ചണിൽ പോയപ്പോൾ തന്നെ ഫുഡ് അവിടെ ഇരിക്കുന്നതായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി ഇന്ന് ബോട്ടിയാണ്. ബോട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ട് പുറത്താണ് കേട്ടോ കഴിക്കുന്നത്. എപ്പോഴും ഞാൻ ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കുക. പിന്നെ നമുക്ക് പുറത്തിരുന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ കാഴ്ചകളും പ്രകൃതി ഭംഗി എല്ലാം ആസ്വദിച്ച് ഞാൻ അതും ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയില്ല. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കണേ എനിക്ക് ഇതിലിടാൻ പറ്റിയില്ല. പിന്നെ ഇതായപ്പോഴത്തേനും ഉച്ചയായപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എന്താ കഴിക്കേണ്ടതെന്നൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായില്ലായിരിക്കും. ചോറ് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നെന്തോ കൂടുതൽ ചോറ് വേണ്ട, കുറച്ച് ചോറ് മതി. അപ്പോൾ അതാ ഞാൻ ചോറ് കുറച്ച് വിളമ്പിയിട്ടുണ്ട്. സാധാരണ ഞാൻ കുറച്ച് കൂടുതൽ ഇതിനെക്കാട്ടിലും കഴിക്കണാണെങ്കിലും ഇന്ന് എനിക്ക് അത്രയ്ക്ക് വേണ്ട. പിന്നെ ഇത് ഇന്ന് അയില തേങ്ങ അരച്ചിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അയില മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്കിതിൻ്റെ ചാറാണ് ഭയങ്കര ഇഷ്ടം. ഞാനൊരു സൈഡിലാണ് ഒഴിക്കുന്നത്. ബാക്കിയൊക്കെ എനിക്ക് എടുക്കാമല്ലോ പറഞ്ഞിട്ട് ഞാൻ മീനിനൊക്കെ തപ്പണുണ്ട് കേട്ടോ. അപ്പോൾ മീനൊന്നും കിട്ടില്ല. പിന്നെ അയിലയും തേങ്ങ അരച്ചിട്ട് കായൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഞാനിതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇഷ്ടമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ട. പിന്നെ ഇതാ പപ്പടം കൂടി ഉണ്ടായിരുന്നു. ആ പപ്പടം കൂടി അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇന്ന് ഫുള്ള് പുറത്തിരുന്ന് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ പുറത്തിരുന്നിട്ട് തന്നെ ഇന്നത്തെ ഫുള്ള് കഴിക്കാം. ഞാൻ നേരെ പുറത്ത് പോയി ഇരുന്നിട്ട് തന്നെ കഴിച്ചിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയില. അപ്പോൾ പിന്നെ നൈറ്റ് ആയപ്പോഴത്തേനും ഇന്ന് സ്പെഷ്യൽ മഷ്റൂം മസാലയായിരുന്നു. നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഡെക്കറേഷൻ ലെമണൊക്കെ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കണണ്ടില്ലേ. പിന്നെ ഞാൻ മണത്തൊക്കെ നോക്കുന്നുണ്ട്, നല്ല മണമാണ്. പിന്നെ രാത്രി ഫുഡ് കഴിക്കാനുള്ള ടൈം ആയതുകൊണ്ട് ഇതും കൂട്ടിയാണ്ട് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ നേരെ ഞാൻ ഇന്നൊരു 2 സ്പൂണായിട്ട് കോരി നമ്മുടെ പാത്രത്തിലോട്ടിട്ടേ. ഇനി എനിക്ക് കഴിക്കാൻ വേണ്ടേ അല്ലേ. ഞാൻ 2 സ്കൂപ്പ് കറക്റ്റ് തന്നെ ഉള്ളേ എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. ബാക്കി ഞാൻ എടുത്തോളാം. ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചിട്ട് കഴിക്കാൻ പോവാം കേട്ടോ. നല്ല മണമാണ് മഷ്റൂം മസാലയ്ക്ക്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പി നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള മസാലയായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ. ഞാൻ അതും കൂടി കഴിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. പിന്നെ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് വീണ്ടും വരാം. ബൈ.